എല്ലാവർക്കും അറിയാം സുധി ആരാണെന്ന്, ഈ പറഞ്ഞ അനീഷിനും അറിയാം. പക്ഷേ അത് അവൻ്റെ ഗെയിമാണ്. അപ്പം അവൾ പൊട്ടിത്തെറിക്കുമെന്നറിയാം, അത് കണ്ടന്റ് ആവുമെന്നറിയാം. ഇത് തന്നെ അവൻ്റെ ഗെയിം. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്നോ എത്ര നാൾ നിലനിൽക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു രജിത് കുമാറിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിൽ ഒരു ചൊറിച്ചിൽ പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അവന് നിന്ന് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. അവന് കണ്ടന്റ് കൊടുക്കാനറിയാം, പിന്നെ ആലോചിച്ച് പോയിന്റ് പറയുന്നുണ്ട്. പക്ഷേ അത് ആലോചിച്ചിട്ടേ പറയാൻ പറ്റുന്നുള്ളൂ. നിന്ന് പോയിന്റ് പറയാമെന്ന് പറഞ്ഞുകൂടാ, നിന്ന് സംസാരിക്കുന്ന പറഞ്ഞുകൂടാ. പക്ഷേ ആശാന് ഗെയിം കളിക്കാനറിയാം. ആശാൻ മൈൻഡ് ഗെയിമറാണ്, കുഴപ്പമില്ലാണ്ട് പോകും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഈ സീസണിൽ ഇഷ്ടപ്പെട്ടത് ഷാനവാസാണ്. അത് വേറെ ലെവലിൽ പോകും. ഈ പറഞ്ഞ ഒരു എൻ്റർടൈനറായിട്ട് ലാസ്റ്റ് വരെ നിൽക്കാനുള്ള എല്ലാ സാധ്യതയും ഷാനവാസിൽ കാണുന്നുണ്ട്. പിന്നെ അപ്പാനിയൊക്കെ ഒരു എന്താ പറയുക, ഒരു അഖിൽമാരാരുടെയും സാബുമോൻ്റെയൊക്കെ ഒരു ഫയർ വെർഷൻ, എന്താ പറയുക, ഒരു കറുത്ത കാര്യമൊക്കെ കൊടുത്ത് മിക്കവാറും വരും. എന്നിട്ട് അണ്ടർവെയറൊക്കെ കാണിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ഒരു എന്താ അവിടെ ഡൈനിങ് ടേബിളിലൊക്കെ രണ്ടടിയൊക്കെ അടിച്ച് രണ്ട് ബഹളമൊക്കെ വെച്ച് സെറ്റാവും. കുഴപ്പമില്ല, മാസം പിടിക്കാം. മാസം ഇവിടെ ആവശ്യമുണ്ട്, മാസം മാത്രമാവരുത്. അതാണ് എനിക്ക് അപ്പാനിയെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും കൊള്ളാം, അപ്പാനി കൊള്ളാം, ഷാനവാസ് കൊള്ളാം, അനീഷ് കൊള്ളാം, രേണുസുതി കൊള്ളാം. ബിഗ് ബോസ് അത്യാവശ്യം ചൂടായി വരുന്നുണ്ട്, രസമായിട്ട് വരുന്നുണ്ട്.